ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहैः। ॐ शान्ति शान्ति शान्तिः। ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्मिन् सर्वं यदः सर्वं यः सर्वं सर्वदृक्तथा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। कोमलं पूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्मा भासतां पुरतो मम। ഹരി ഓം. മുകുന്ദമാല എന്ന കൃതിയുടെ ആസ്വാദനമാണ് പ്രഭാതവേളയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കൃതിയിൽ പല പാഠഭേദങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ശ്ലോകങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ക്രമത്തിൻ്റെ കാര്യത്തിലും പല ക്രമങ്ങളെയും അനുസരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിറയെ ആശയക്കുഴപ്പങ്ങളുണ്ടാവും. ഏതായാലും ഇവിടെ ഒരു പ്രത്യേക ക്രമം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ്. 60-ലേറെ ശ്ലോകങ്ങളുള്ള കൃതികളുണ്ട് മുകുന്ദമാലയിൽ. വേറെ ചിലതാകട്ടെ 40 ശ്ലോകങ്ങളാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
ഇങ്ങനെയൊക്കെ ഒരു വ്യത്യാസം വരുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, വന്ദേ മുകുന്ദമരവിന്ദദലായതാക്ഷം എന്നിങ്ങനെ ആരംഭിച്ച ആ ഒരു ശൈലിയിൽ പിൽക്കാലത്ത് ആരെങ്കിലുമൊക്കെ എഴുതിയ ശ്ലോകമൊക്കെ മുകുന്ദമാലയിൽ ചേർത്ത് പ്രസിദ്ധീകരിച്ചതാവാം. ഏതായാലും ശുദ്ധപാഠത്തെ സംബന്ധിച്ച് വ്യക്തതക്കുറവുണ്ട്. അതൊന്നും തന്നെ നമ്മുടെ പഠനത്തെ സ്വാധീനിക്കേണ്ട കാര്യമില്ല, അസ്വസ്ഥമാക്കേണ്ട കാര്യം ഇല്ല. രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത്, 64 ശ്ലോകങ്ങളാവട്ടെ അഥവാ 40 ശ്ലോകങ്ങളാവട്ടെ, മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യാം എന്ന വാഗ്ദാനം ഒന്നും നൽകുന്നില്ല. അതങ്ങനെ തന്നെയാണല്ലോ പൊതുവെ. തുടക്കം വളരെ ദീർഘമായി പിന്നീട് ഇതാന്ന് പറയുന്ന പോലെ അവസാനിപ്പിക്കും. അങ്ങനെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന നിലയിൽ ഈ ഒരു വ്യാഖ്യാന രീതിയെ ആക്ഷേപിക്കരുതെന്ന് അപേക്ഷിച്ചുകൊള്ളട്ടെ. മറിച്ച് ഒരു ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ എന്തൊക്കെ ആലോചനയിൽ വരുന്നുവോ അതൊക്കെ പറയാൻ അനുവാദം തന്നാൽ സന്തോഷമില്ല. അല്ലാതെ ഇത് ശ്ലോകം തീരുന്നുണ്ടോ, 5 ശ്ലോകമേ ആയുള്ളൂ, ഇതിപ്പോൾ എപ്പോൾ തീർക്കാനാ എന്നൊക്കെ ഈ ഒരു ആസ്വാദനത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കർക്കശ ബുദ്ധിയോടെ പറയേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ കേൾക്കാൻ വരണ്ട. ചുരുക്കത്തിൽ എങ്ങനെയാണ് ഈ ശ്ലോകങ്ങളെ നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക. ഇത്ര ശ്ലോകമേ തീർന്നുള്ളൂ, ബാക്കി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വായിക്കൂ, എന്നിട്ട് എങ്ങനെ ആസ്വദിക്കൂ, ആലോചിക്കൂ. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് മുകുന്ദമാലയിലേക്ക് വരാം. മുകുന്ദ ശബ്ദത്തിന് മുക്തിയെ പ്രദാനം ചെയ്യുന്നവൻ മുകുന്ദൻ, മുക്തിം ദദാതി ഇതി മുകുന്ദ എന്ന ഒരു പദാർത്ഥ കൽപ്പനയുണ്ട്. മുക്തിയെ പ്രദാനം ചെയ്യുന്നവൻ മുകുന്ദൻ. ആ പ്രഭുവിന് ഒരു പുഷ്പമാല്യം സമർപ്പിക്കുകയാണ്. ഈ മാലയിലെ പുഷ്പങ്ങളൊക്കെ സ്തുതികളാണ്. മുകുന്ദനെ സ്തുതിച്ചുകൊണ്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് തയ്യാറാക്കിയ മാല മുകുന്ദമാല. ഈ പുഷ്പങ്ങൾക്ക് സൗന്ദര്യമുണ്ട്. ഇതിൻ്റെ ഒരു സുഗന്ധം എന്ന നിലയിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഈ പുഷ്പങ്ങളൊക്കെ നവകുസുമങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഒരിക്കലും വാടില്ല. ഇപ്പൊ നൂതനമായിരിക്കുന്നു അഥവാ നവ്യമായിരിക്കുന്നു, സുഗന്ധ നിർഭരമാണ്
മനോഹരം ആണ്. ഗന്ധം, മണം, ആ നിലയ്ക്ക് സുഗന്ധം അറിയാം. മനോഹരം എന്നുള്ള പദം നമ്മൾ വ്യാപകമായിട്ട് പ്രയോഗിച്ച് പോകാറുണ്ടെങ്കിലും മനസ്സിനെ ഹരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ പരിഗണിക്കാൻ വിട്ടുപോകാറുണ്ട്. സ്തോത്രകൃതികളുടെയൊക്കെ ലക്ഷ്യം മനസ്സിനെ ഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് മനോഹരമാണ്, നവ്യമാണ്, സുഗന്ധനിർഭരമാണ്, അങ്ങനെയൊക്കെയുള്ള പുഷ്പങ്ങളെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാല, മുകുന്ദമാല. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ കൃഷ്ണാർപ്പണമാക്കാൻ ഈ കൃതി സഹായിക്കും. ഈ കൃതിയുടെ പല പ്രത്യേകതകളുള്ളതിൽ ഒന്ന്, ഇത് ഭക്തി നിർഭരമായ കൃതിയാണെങ്കിലും ഭക്തിയെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങൾ അനവധിയുണ്ട്. ഇവിടെ പരാമർശിക്കേണ്ട ഒരു വിഷയം ഭഗവാൻ ഭക്തി വൃക്ഷത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അവിടെ 4 പ്രകാരത്തിൽ തന്നെ സമീപിക്കുന്നവർ എന്നാണ് ഭക്തി വൃക്ഷത്തിലെ 4 ശാഖകളെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. വിവിധ പ്രകാരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് ഭഗവാൻ പറയുന്നു, ഉദാരാ സർവ ഏവൈതേ. ഇവരെല്ലാവരും ഉദാരന്മാരാണ്, സുഹൃതികളാണ്. അതുകൊണ്ട് തരതമ ഭേദം കൽപ്പിക്കുന്നതിന് മുതിരേണ്ടതില്ല. ഏന കേന പ്രകാരേണ, ഏതൊക്കെ പ്രകാരത്തിലായാലും ശരി, മനഃകൃഷ്ണേ നിവേശയ. മനസ്സിനെ കൃഷ്ണനിൽ നിവേശിപ്പിച്ചാലും ചിത്തവൃത്തികളെ കൃഷ്ണ സംബന്ധിയാക്കണം എന്നുള്ളതാണ് ആഹ്വാനം. അത് പ്രകാരം ഏതായാലും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട. എങ്കിലും ഭക്തിയെക്കുറിച്ച് ശാസ്ത്രീയമായി ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ള ശ്രീ നാരദർ സാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് ആരംഭിച്ച് സാ ന കാമയമാന എന്ന് വ്യക്തമാക്കി തന്നിരിക്കുന്നു. സാത്വസ്മിൻ പ്രേമരൂപ എന്ന പ്രയോഗത്തെ വ്യാഖ്യാനിക്കാൻ ഇപ്പം മുതിരുന്നില്ല. പക്ഷേ അങ്ങനെ ആരംഭിച്ച് ശ്രീ നാരദര് ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ സാ എന്ന് പറഞ്ഞാൽ ആ ഭക്തി സ്ത്രീലിംഗമായതുകൊണ്ടാണ് സാ പ്രയോഗം. സാ അവൾ ന കാമയമാന, കാമിക്കുക എന്ന പ്രകൃതത്തോടു കൂടിയതല്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തി അതിൻ്റെ യഥാതഥ ഭാവത്തിൽ
കാമനയുള്ളതായിരിക്കില്ല. ഇത് കാമനയുള്ളവർക്ക് ഒരു പരിമിതിയായി തോന്നേണ്ട കാര്യമില്ല. കേട്ടില്ലേ? ഹൈന്ദവ ധർമ്മത്തിൽ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ പല മുൻവിധികളും വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മുൻവിധികൾ ശ്രേയസിന്റെ പുരോഗതിയുടെ പാതയിൽ പലപ്പോഴും തടസ്സങ്ങളായി മാറും. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവരെ വാസ്തവത്തിൽ ഭഗവാൻ അവഗണിച്ചിട്ടില്ല. കേട്ടില്ലേ? അതുകൊണ്ടാണ് ആർത്തഹ, അർത്ഥാർത്ഥി എന്ന് ഭഗവാൻ ഭക്തരെ കുറിച്ച് പറഞ്ഞത് ഉദ്ധരിച്ചത്. അപ്പൊ ഭഗവാൻ അവഗണിക്കാത്തവരെ അവഗണിക്കാൻ നാം മുതിരുന്നത് ശരിയല്ല. കേട്ടില്ലേ? ഇവിടെ ആരോടാ ഈ പറയുന്നത്? എൻ്റെ ഉള്ളിൽ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയാ ആഗ്രഹം? അയൽക്കാരൻ പുഴുത്ത് ചത്തുപോട്ടെ എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേട്ടില്ലേ? ഉദ്ദേശിച്ച അത്ര ക്രൂരമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഞാൻ പുലർത്തുന്നില്ല. അത് പോരെയും ചോദിക്കുക, മതി. കേട്ടില്ലേ? ഒരു കൊച്ചു വീട് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അല്ല. കുട്ടികളൊക്കെ നല്ല നിലയിലാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ അന്യായമുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളുള്ളവരെ ഒരിക്കലും ഭക്തിമാർഗം അവഗണിക്കുന്നില്ല എന്ന് ദയവ് ചെയ്ത് നാം നമ്മളോട് പറയണം. ഇല്ലെങ്കിൽ വലിയ കോൺഫ്ലിക്റ്റ് വരും, വലിയ സംഘർഷം വരും. ഇതുപോലെ മറ്റുള്ളവരോടും പറയണം. എത്ര പേരാന്നറിയാമോ ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നത് യാചനയാണ്, അത് വൃത്തികേടാണ്, സർവജ്ഞനായ ഭഗവാനോട് നമ്മൾ പറയേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വ്യാഖ്യാനം കേട്ട് എന്നാ പിന്നെ ഇതിനേക്കാൾ ഭേദം ലൂർദ് മാതാവിൻ്റെ അടുത്ത് പോവുകയാണ് എന്ന് തീരുമാനിച്ചു കളയുന്നത്. അല്ല, അവിടെ പോണേന് ആക്ഷേപമൊന്നുമില്ല കേട്ടോ. എവിടെയാണ് പോകാൻ താല്പര്യം വെച്ചാൽ അവിടെയൊക്കെ ചെല്ലും. പക്ഷേ ഇവിടെ അനുവാദമില്ല, അതുകൊണ്ട് അവിടെ പോവുക എന്ന രീതി ശരിയല്ല. കേട്ടില്ലേ? ഇവിടെ അനുവാദമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ സൂചനയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടിയത്. എന്താ അത്? ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. കേട്ടില്ലേ? വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറെ കൂടിയൊക്കെ ആലോചിച്ച് പോകുമ്പോൾ ഇതിന് വേറെ അർത്ഥമൊക്കെ കൽപ്പിക്കുക, അത് വേറെ കാര്യം. പക്ഷേ ആർത്തന്മാരായിട്ടുള്ളവർ, അർത്ഥാർത്ഥികൾ, ജ്ഞാനികൾ, ജിജ്ഞാസുക്കൾ ഒക്കെ എൻ്റെ ഭക്തന്മാരാണ് എന്ന് ഭഗവാൻ പറഞ്ഞയിടത്ത് കൊച്ചു വീട് വെക്കണമെന്നും കുട്ടികളുടെ നിലയൊക്കെ നന്നാവണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരെ പെടുത്തിയിരിക്കുന്നു. കേട്ടില്ലേ? ആരോഗ്യത്തിന് പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അതൊക്കെ പരിഹരിച്ചു തരണേ ഭഗവാനെ. എന്തിനാ? എന്നാ എനിക്ക് അങ്ങനെ ഭജിക്കാൻ പറ്റുമല്ലോ എന്നോ ന്യായം പറയുന്നതൊന്നും അന്യായമല്ല എന്ന് പറയാം. കേട്ടില്ലേ? ചുരുക്കി പറഞ്ഞാൽ
സാ ന കാമയമാന എന്ന് ഭക്തി കാമനായുക്തയല്ല. അങ്ങനെ നിർവചിച്ചിടത്തേക്കുള്ള യാത്രയിൽ കാമനകളോടെ ആരംഭിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. ആരോട് ആദ്യം പറയണം? നമ്മളോട് തന്നെ പറയണം. കാരണം എവിടെയെങ്കിലും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാന്ന കാമയമാന എന്നുള്ള ഭക്തിയുടെ തലത്തിലേക്ക് ഉയരാൻ തടസ്സമാവുകയും. അപ്പൊ അതുകൊണ്ട് അത് അഡ്രസ് ചെയ്യാം. വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ദയവേത് മറ്റുള്ളവരോടും പറയാം. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥന ചെയ്യാൻ കുട്ടികളോട് പറയാം. പക്ഷെ വളരെ സൂക്ഷിക്കണം, കിട്ടിയില്ലെങ്കിൽ അവർ പിണങ്ങും. കേട്ടില്ലേ? അപ്പൊ ആ കാര്യവും കൂടി പരിഗണിച്ചോളണം. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ പ്രാർത്ഥന മാത്രമല്ല ചെയ്യേണ്ടത്, പഠനവും വേണം എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുക്കണം. കേട്ടില്ലേ? പ്രാർത്ഥന മനുഷ്യന് മനസ്സിന് വലിയൊരാശ്വാസവും പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും ഒക്കെ നൽകും. അതുകൊണ്ട് നല്ലൊരു ഉപാധിയാണ്. ഇത്രയും ഇവിടെ പറയാൻ കാരണം, എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ട് ഭക്തി നേടിയാവോ എന്നാരും വ്യാകുലപ്പെടണ്ട. ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് കുലശേഖര ആഴ്വാർ ആണ്. അദ്ദേഹം പക്ഷേ സാന കാമയമാന എന്ന ഒരു നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സ്തുതിയിൽ കാമിക്കുന്നില്ല എന്ന് പറയും. ആ ശ്ലോകങ്ങളൊക്കെ നമുക്കും ചൊല്ലാം. എന്നിട്ട് നമുക്കുള്ള കാമം പറയാം, ആഗ്രഹം പറയാം. അപ്പൊ അത് വിരുദ്ധാവുമല്ലോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? കാമനകൾ സ്വാഭാവികമായി കൊഴിഞ്ഞു പോവുകയാണ് വേണ്ടത്. അവയെ പഴത്തെക്കുറിച്ച് പറയുമ്പോൾ ഞെക്കി പഴുപ്പിച്ച സുഖമില്ല എന്ന് പറയില്ലേ, അതുപോലെ പിഴുതെറിയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഈ ഒരു യാത്രയിൽ ഒരു ഘട്ടത്തിൽ നാം പ്രത്യേകം അനുഗ്രഹീതരാവും. കേട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹേ സർവേശ്വര, സർവജ്ഞ, സർവശക്തനായിട്ടുള്ളവനെ, കുട്ടികളുടെ കാര്യം ഞാൻ അങ്ങയോട് പറയട്ടെ എന്ന് പറയുന്നതിൽ സങ്കോചമൊന്നും തോന്നണ്ട. കേട്ടില്ലേ? അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സ് ശാന്തമായി. അതല്ലേ ഭക്തി. പക്ഷെ ഇവിടെ ഒന്നും കാമിക്കുന്നില്ല. ഭക്തി എനിക്ക് തരൂ, ഭക്തി മാത്രം പകർന്നു തരൂ എന്ന നിലയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഭക്തി സമീപനം കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് ലളിതമായി സൂചിപ്പിക്കട്ടെ. അത് അഹന്തയെ സമർപ്പിക്കാൻ അവസരം നൽകുന്നു എന്നുള്ളതുകൊണ്ട് ജീവിതത്തെ ഭാരരഹിതമാക്കാൻ സഹായിക്കും. അഹന്തയെ സമർപ്പിക്കാനുള്ള അവസരം നൽകുന്നത് കൊണ്ട് ജീവിതം താരതമ്യേന ഭാരരഹിതമാകും. അതുകൊണ്ട് സ്വാഗതം ചെയ്യാം. ഈ രചനയുടെ കർത്താവ്, മുകുന്ദമാലയുടെ രചയിതാവ് ഒരു സന്യാസിയല്ല, മത മേധാവിയല്ല, മതാധ്യക്ഷനല്ല. പിന്നെയോ വലിയ സംസ്കൃത പാണ്ഡിത്യം അതൊന്നും അവകാശപ്പെടുന്നില്ല.
ഇദ്ദേഹം ആരാണ്? 8-ാം നൂറ്റാണ്ടിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ ഒരു രാജാവായിരുന്നു. സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്. രാജാ കുലശേഖര ആൾവാർ എന്നാണ് നാമധേയം. തൃക്കുലശേഖരപുരം കൊടുങ്ങല്ലൂരിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. രാജ്യത്തിൻ്റെ പേര് തൃക്കുലശേഖരപുരം. അവരുടെ അധിഷ്ഠാന ദേവത യൗവനയുക്തനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. രാജകുടുംബത്തിന്റെ കുലദേവത. 12 വൈഷ്ണവ ആൾവാർമാർ പ്രശസ്തരായിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഏക ആൾവാരായിരുന്നു കുലശേഖര ആൾവാർ. ഇവിടെ പരാമർശിക്കപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രം കൊടുങ്ങല്ലൂരിൽ ഇന്നും, അതിപുരാതനമായ ക്ഷേത്രം, ഇന്നും നമുക്ക് ചെന്ന് സന്ദർശിക്കാം. അവിടെ വെച്ചായിരുന്നു രാജാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച. രാജാക്കന്മാരെ വാഴിക്കുക ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പത്മനാഭദാസന്മാര് എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെയും രാജാക്കന്മാരായിട്ടാണ് വാഴിക്കപ്പെടുന്നതെങ്കിലും അവർ സ്വയം ഭഗവാൻ കൃഷ്ണൻ എന്ന രാജാധിരാജന്റെ മന്ത്രിപ്രമുഖരായിട്ടാണ് സ്വയം വിചാരിച്ചു പോന്നത്. ഇത്രയാണ് ഒരു പശ്ചാത്തലം. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കേരളത്തിലെ ആദ്യ വിഷ്ണു ക്ഷേത്രം ഈ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വടക്കൻ ബർമ്മയിൽ ആൾവാന്മാർ ചെന്ന് അവിടെ ക്ഷേത്രമൊക്കെ പണിതിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും അന്ന് കേരളത്തിൻ്റെ പ്രശസ്തിയും ഭാരതത്തിൻ്റെ പ്രശസ്തിയും ഒക്കെ പ്രചരിതമായിട്ടുണ്ട്. ചരിത്രപരമായി പഠിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. രചയിതാവിനെ കുറിച്ചുള്ള ലഭ്യമായ സൂചനകൾ ഇത്രയാണ്. ഇനി ചരിത്രകാരന്മാർ ബാക്കി അന്വേഷിക്കട്ടെ. ഏതായാലും ശ്രീകൃഷ്ണ ഭക്തനായ, ഭഗവാന്റെ ഉത്തമ സേവകനായ ഒരു രാജാവിൻ്റെ കൃതി. ഇനി നമുക്ക് കൃതിയിലേക്ക് പ്രവേശിക്കാം. വന്ദേ മുകുന്ദമരവിന്ദദലായതാക്ഷം കുന്ദേന്ദുശംഖദശനം ശിശുഗോപവേഷം ഇന്ദ്രാദിദേവഗണവന്ദിതപാദപീഠം വൃന്ദാവനാലയമഹം വസുദേവസൂനും വന്ദേ മുകുന്ദമരവിന്ദദലായതാക്ഷം കുന്ദേന്ദുശംഖദശനം ശിശുഗോപവേഷം ഇന്ദ്രാദിദേവഗണവന്ദിതപാദപീഠം വൃന്ദാവനാലയമഹം വസുദേവസൂനും. എല്ലാ പ്രകാരത്തിലൊക്കെ ഇങ്ങനെ പാടാം. വാഗർത്ഥം. വന്ദേ വന്ദിക്കുന്നു. അപ്പൊ വന്ദേ എന്ന പ്രയോഗത്തിൽ നിന്ന് കർത്താവ് ഉത്തമ പുരുഷനാണ് എന്ന് മനസ്സിലാക്കണം. സംസ്കൃത സംബന്ധിയായ പ്രയോഗമാണ് ഉത്തമ പുരുഷൻ. ആരാ ഉത്തമ പുരുഷൻ? അഹം.
കേമാണേ. അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ആരെയാ വന്ദിക്കുന്നത്? മുകുന്ദം, മുക്തിപ്രദാതാവായ മുകുന്ദനെ ഞാൻ വന്ദിക്കുന്നു. സ്വാഭാവികമായിട്ടും എന്തിനാണ് വന്ദിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? മുക്തി കിട്ടട്ടെ വെച്ചിട്ട്. മുകുന്ദനെ വന്ദിക്കുന്നത് എന്തിനാണ്? മുക്തിപ്രാപ്ത്യർത്ഥം, മുക്തി ലഭിക്കുന്നതിനായിക്കൊണ്ട് മുകുന്ദനെ വന്ദിക്കുന്നു. എങ്ങനെയുള്ള മുകുന്ദനെ എന്ന് വിശേഷണങ്ങൾ. എങ്ങനെയുള്ള മുകുന്ദനെയാണ്? അരവിന്ദദലായതാക്ഷം. അരവിന്ദദലം, അരവിന്ദം താമര, താമരയുടെ ഇതള്, ദളം, അതുപോലെയുള്ള അക്ഷം, അക്ഷം കണ്ണ്. ഇവിടെ എൻ്റെ മുകുന്ദൻ്റെ കണ്ണ് താമര ഇതള് പോലെ ആവുന്നു. ഇവിടെ മുകുന്ദനെ എന്നാണ് മുകുന്ദം എന്ന് പറഞ്ഞാൽ അർത്ഥം. സംസ്കൃതത്തിന്റെ ഒരു ശൈലി അനുസരിച്ച് വിശേഷണങ്ങൾക്കൊക്കെയും അതേ വിഭക്തി പ്രത്യയം ചേർക്കണം എന്നാണ്. മലയാളത്തിലൊന്നും അങ്ങനെയില്ല, സംസ്കൃതത്തിൽ അങ്ങനെയുണ്ട്. അപ്പൊ അരവിന്ദദലായതാക്ഷം എന്ന് പറയണം. ഇപ്പൊ ഞാൻ മുകുന്ദനെ വന്ദിക്കുന്നു. എങ്ങനെയുള്ള മുകുന്ദനെ? താമരദള നേത്രനായ മുകുന്ദനെ. എന്താ താമര ഇതള് എന്ന് പറയാൻ കാരണം? അത് സൗന്ദര്യത്തിന്റെ സൂചനയായിട്ട് ഗ്രഹിക്കാൻ സാമർഥ്യമുള്ളവർക്ക് അങ്ങനെ ഗ്രഹിക്കാം. ചിലർക്ക് അതിന് പോലും സാധിക്കില്ല. അത് വാസ്തവത്തിലൊരു ലിമിറ്റേഷനാണ്. ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിച്ചിട്ട് ഒരിക്കലും വാട്സാപ്പിൽ വന്ന ഒരു രൂപം ഓർമ്മ വരികയാണ്. സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന എല്ലാ പ്രയോഗങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഫിറ്റ് ചെയ്തിട്ടൊരു രൂപം. ഉദാഹരണമായിട്ട് സ്ത്രീകളുടെ മുടിയെക്കുറിച്ച് പറയുമ്പോൾ പനങ്കുല പോലെ. അപ്പൊ ഇങ്ങനെ തേടി പിടിച്ചിട്ടൊരു പനങ്കുല പിറകിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കും, വേണ്ടില്ലേ? തുണ്ടിപ്പഴത്തിനൊത്ത ചുണ്ടാണ്, ആ പഴം കൊണ്ടൊന്ന് ഇവിടെ വെച്ചിരിക്കുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. ഇവിടെയാണ് ഭാവനയുടെ പ്രാധാന്യം. താമര ഇതള പോലെ എന്ന് പറഞ്ഞത് അത് സൗന്ദര്യമോ? ഇപ്പൊ നമ്മൾ കണ്ണിന്റെ സ്ഥാനത്ത് അങ്ങനെയൊന്ന് ചിന്തിക്കുമ്പോൾ, സങ്കല്പിക്കുന്ന സമയത്ത് ഒരു രസക്കുറവ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആചാര്യന്മാർ കാരുണ്യത്തോടെ പറയുന്നു, അതിൻ്റെ ധർമ്മത്തെ സ്വീകരിച്ചാൽ മതി. എന്താ ധർമ്മം? ഒട്ടലില്ലായ്മയാണ്. മുകുന്ദനെ എവിടെ നോക്കിയാലും ഒട്ടില്ല. നമ്മളാണെങ്കിലോ ഒട്ടിപ്പോവും. എന്ത് കണ്ടാലും ഒട്ടുക. ഒട്ടുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സംഘം, അതുമായിട്ട് സംബന്ധം ഉണ്ടാവുന്നു, അതിൽ ആസക്തി പുലർത്തുന്നു, ശക്തി ഉള്ളവരാകുന്നു. ഇത് മുകുന്ദനില്ല എന്ന് ധരിപ്പിച്ചതാത്രേ. ചിലയിടത്തൊക്കെ ഇങ്ങനെ യുക്തിക്ക് സമാധാനം നൽകാൻ വേണ്ടി പല വിശദീകരണങ്ങളും ഉണ്ടാവും. എല്ലായിടത്തും ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറയും. നിങ്ങൾ തെറ്റായ ക്ലാസ്സിലാണ് വന്നിരിക്കുന്നതെന്ന് വേണം പറയേണ്ടി വരും. അങ്ങനെ വേണ്ടി വരും പറയാൻ. കേട്ടില്ലേ? എല്ലാറ്റിനും യുക്തി കൊണ്ട് ഉത്തരം കണ്ടെത്തണം എന്ന് വന്നു കഴിഞ്ഞാൽ ക്ലാസ് മാറിപ്പോയി, ഇത് നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ചിലയിടത്തൊക്കെ ആചാര്യന്മാർ അങ്ങനെ ഒരു അനുഗ്രഹം ചൊരിയുന്നുണ്ട്. താമരക്കണ്ണനാണ് എന്ന് പറഞ്ഞതോടുകൂടി ക്ലാസ് ഒന്ന് വോക്കൗട്ട് നടത്തി കളയണ്ട. കേട്ടില്ലേ? താമരക്കണ്ണ് എന്ന് പറഞ്ഞാൽ അതിലെന്താ സൗന്ദര്യമുള്ളത് എന്നൊക്കെയാണെങ്കിലോ, അല്ല, അത് ഉദ്ദേശിച്ചെന്താ വെച്ചാൽ ഒട്ടലില്ലായ്മ. ഓക്കെ, ശരി. കുന്ദേന്ദു ശംഖദശനം. കുന്തം ഇവിടെ
നാദായാണ്, നാത്തായല്ല. നമുക്ക് പിന്നെ എല്ലാം ഒരുപോലെ. കുന്തം എന്നാണ് പറയുക. കുന്തത്തിന് കുന്തം എന്ന് പറഞ്ഞാലേ. അപ്പൊ ഈ പ്രശ്നം വരും, കേട്ടില്ലേ? കുന്തിയെ കുന്തി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് കുന്തിയാണ്. ഇവിടെ പറഞ്ഞത് കുന്തമല്ല, കുന്തമാണ്. ഇപ്പൊ കുന്തം, ഇന്ദു, ശംഖം, 3 പ്രയോഗങ്ങൾ ദശനത്തിന്, പല്ലിന് വിശേഷണം ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. കുന്തം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ, അതിൻ്റെ വെണ്മ. ഇന്ദു പറഞ്ഞ ചന്ദ്രൻ, ചന്ദ്രന്റെയും വെണ്മ. അതുപോലെ ശംഖം, ശംഖം, ശംഖിന്റെ വെണ്മ. അതിനൊത്ത ദശനത്തോടു കൂടിയവനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. സൗന്ദര്യധാമമാണ്, സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമാണ്. കണ്ണ് കണ്ടാലും സൗന്ദര്യം. പല്ലോ, പല്ല് വെളുത്തിരിക്കുകയാണ് വേണ്ടത്. ഇവിടെയാണെങ്കിലോ അത് സൂപ്പർലെറ്റീവ് ഡിഗ്രിയിൽ വെളുത്തിരിക്കും. അതുകൊണ്ടാണ് കുന്തം, ഇന്ദു, ശംഖം. കുന്ദേന്ദു ശംഖ ദശനം. 1-ാമത്തെ ശ്ലോകത്തിൽ ഏതൊരു മുകുന്ദനെയാണ് വന്ദിച്ചത് എന്നാണെങ്കിൽ ശിശുഗോപ വേഷധാരിയായ മുകുന്ദനെയാണ് വന്ദിക്കുന്നത്. ശിശുഗോപവേഷം. ഗോക്കളെ മുഴുവൻ പാലിക്കുന്നവൻ ഗോപാലൻ. ആ നിലയിൽ ഗോപശബ്ദത്തിന് സർവ ജീവജാലങ്ങളുടെയും അധിപൻ എന്നൊക്കെ അർത്ഥം. പക്ഷെ ഇവിടെ ശിശു ഗോപവേഷം എന്ന പരാമർശമുള്ളതുകൊണ്ട് അപ്രാപ്യനല്ല ഭഗവാൻ എന്ന് ധ്വനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ച സൗകര്യവും. ആരെക്കൊണ്ടാ ഇതൊക്കെ പറയുന്നത്? ഈ മുകുന്ദൻ എവിടെ ഇരിക്കുന്നു എന്നാണെങ്കിൽ ദേ നമ്മുടെ അമ്പാടിയിൽ അല്ലെങ്കിൽ വ്രജത്തിൽ ആ പശുക്കുട്ടികളൊക്കെ മേടിച്ച് അതിൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്നൊരു സന്തോഷം തോന്നും. കാരണം അടുത്ത വരി നോക്കൂ. ഇന്ദ്രാദി, ഇന്ദ്രൻ തുടങ്ങിയ ദേവഗണ, ഇന്ദ്രനും ബ്രഹ്മാവും ഒക്കെ വന്ദിത, അവരൊക്കെ വന്ദിക്കുന്ന പാദപീഠം, പാദപീഠത്തെയാണ് ഞാൻ വന്ദിക്കുന്നത്. ഇന്ദ്രൻ മുതലായവരൊക്കെ വന്ന് വന്ദിക്കുന്ന പാദം. അവര് ഒരു ആശ്രയമായിട്ട് ഭഗവാനെ കാണുന്നു. ഇന്ദ്രാദികൾക്കൊക്കെ വന്ദനീയനായ ഭഗവാൻ എന്ന് പറയുമ്പോൾ അപ്രാപ്യനായിട്ട് തോന്നും. അവിടെ നമുക്ക് ആശ്വാസം പകരാൻ ശിശുഗോപവേഷം എന്ന പ്രയോഗമുണ്ട്. ആക്സസ് ഉണ്ട് എന്ന് പറയും. നോക്കേ, വൃന്ദാവനാലയമഹം, വൃന്ദാവനത്തെ ആലയമാക്കിയ പ്രഭുവിനെ. അഹം എന്നുള്ളത് എവിടെ ചേർക്കണം? വന്ദേ എന്നതിനോട് ചേർത്തോളൂ. അഹം വന്ദേ വൃന്ദാവനാലയം. വൃന്ദാവനത്തെ തൻ്റെ എബോർഡ്, ധാമം, വാസസ്ഥലിയാക്കിയവൻ. വസുദേവസൂനും, വസുദേവപുത്രനെ. ഇപ്പോ മുകുന്ദനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാ മുകുന്ദൻ 1-ാമത്തെ ശ്ലോകത്തിൽ നൽകിയ വിശേഷണം? അരവിന്ദദളായതാക്ഷൻ, കുന്ദേന്ദു ശംഖദശനൻ, ശിശുഗോപവേഷധാരി,
ഇന്ദ്രാദി ദേവഗണങ്ങളൊക്കെ വന്ദിക്കുന്ന പാദപീഠത്തോടൊത്തവൻ, പാദത്തെ പീഠമായിട്ടും കൽപ്പിച്ചിരിക്കുക. വൃന്ദാവനത്തെ ആലയമാക്കിയവൻ, ക്ഷേത്രം അല്ലെങ്കിൽ ഇരിപ്പിടം വാസസ്ഥലിയാക്കിയവൻ വസുദേവന്റെ പുത്രൻ. ഇത്രയും പേരെ ഇത്രയും വിശേഷണമൊത്ത മുകുന്ദനെ വന്ദിക്കുന്നു. അർത്ഥം മനസ്സിലാക്കിയ ശേഷം സ്വസ്ഥമായി കണ്ണടച്ചിരുന്ന് ഈ ശ്ലോകം ആസ്വദിച്ച് ഉരുവിടും. എന്നിട്ട് കുലശേഖര ആഴ്വാരോടൊപ്പം നമുക്കും നമ്മുടെ പ്രണാമത്തെ ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കാം. അങ്ങനെ ഒരു പരിശീലനം ചെയ്യൂ. അപ്പൊ എന്തായി? ഏതൊരു ഭാവ ആവേശത്തിലാണോ കുലശേഖര ആഴ്വാർ ഈ ശ്ലോകം കുറിച്ചത്, അതേ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മളും കൈപിടിച്ച് ഉയർത്തപ്പെടും. ഓക്കെ, അതിന് സാധിക്കണം. മനസ്സിരുത്തൂ. അതിൽ രണ്ട് വസ്തുതകളാണ്. ഒന്ന്, എൻ്റെ കണ്ണൻ അഥവാ എൻ്റെ മുകുന്ദൻ എനിക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള പ്രഭുവാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മഹത്വത്തെ കുറച്ച് കാണുന്നില്ല. എൻ്റെ ബന്ധുവാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനെങ്ങനെയോ ഏതാണ്ട് അത്രയൊക്കെ ഉള്ളൂ എന്ന് വരും. അങ്ങനെയല്ല, ഇന്ദ്രാദി ദേവഗണങ്ങളൊക്കെ കൂടി വന്ദിക്കുന്ന പ്രഭുവാണ്. കേട്ടില്ലേ? ആ രണ്ട് മാനം. ഗോപികമാരുടെ കൃഷ്ണഭക്തിയെക്കുറിച്ച് നാരദര് പരാമർശിക്കുമ്പോൾ നാരദ ഭക്തി സൂത്രങ്ങളിൽ ശ്രദ്ധിക്കണേ, പറയണു ന തത്ര മാഹാത്മ്യ ജ്ഞാന വിസ്മൃതി അപവാദ. അവിടെ മാഹാത്മ്യം മറന്നുപോയി എന്ന ന്യൂനത ഇല്ലാട്ടോന്ന്. ഗോപികമാരുടെ കളിയും മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? വല്ല ധാരണയുണ്ടോ? അപ്പൊ ശ്രീനാരദർ ഈ ഗോപികമാരെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഇല്ലട്ടോ, അപകടമൊന്നുമില്ല, അവര് കാണിക്കണമൊന്നും കണ്ട, അവര് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ എടുക്കുന്നുണ്ടാവും. ആരാ? ഞങ്ങളുടെ കണ്ണനെ എന്നൊരു പക്ഷെ സ്വാതന്ത്ര്യമൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിനർത്ഥം അവര് ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലാട്ടോ. തത്ര മാഹാത്മ്യ ജ്ഞാന വിസ്മൃതി അപവാദ. കേട്ടില്ലേ? വേറൊരു കാര്യം കൂടി നാരദര് പറയണു. ഈ മാഹാത്മ്യജ്ഞാന വിസ്മൃതി ഉണ്ട് എന്ന് വന്നാൽ അത് ജാരാണാമിവ, അത് ജാരബന്ധം പോലെ ആവുള്ളൂ, ഗോപികമാരുടെ ബന്ധം എന്നല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇന്ദ്രാദി ദേവഗണം വന്ദിക്കുന്ന പാദപീഠമാണ് എന്ന് മറക്കാതെ, എന്നാൽ ഭഗവാൻ അപ്രാപ്യനാണെന്ന് കരുതാതെ വന്ദിക്കാം. ആ സൗന്ദര്യധാമത്തെ ആരാധിക്കാം. വാഗർത്ഥം മനസ്സിലായോ? മാഹാത്മ്യജ്ഞാന വിസ്മൃതി ഇല്ലാതെ പ്രാപ്യനാണ് ഭഗവാൻ എന്ന സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നുണ്ടോ? പറയൂ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഒന്നുകൂടി ചൊല്ലാം. വന്ദേ മുകുന്ദമരവിന്ദദലായതാക്ഷം കുന്ദേന്ദുശംഖദശനം ശിശുഗോപവേഷം ഇന്ദ്രാദിദേവഗണവന്ദിതപാദപീഠം വൃന്ദാവനാലയമഹം വസുദേവസൂനും. ഇനി ഈ ശ്ലോകം തരുന്ന സൗകര്യം എന്താണ്? ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന സാധ്യത എന്താണ്?
അനുബന്ധ കഥകളിലേക്ക് ചരിക്കാവുന്നതാണ്. നേരം പോലെ ചെയ്താൽ മതി. ഒട്ടും നേരമില്ലാച്ച വാഗർത്ഥം ആലോചിച്ച് ശ്ലോകത്തിൽ കഴിക്കാം. അല്ല, 2 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് അവിടെയൊക്കെ എങ്ങനെയാ, മഴയുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന എന്നിങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് സമയം കളയുന്നതിന് പകരം ഈ ശ്ലോകം ചൊല്ലിയിട്ട് ഇങ്ങനെ ആലോചിക്കുക. വന്ദേ മുകുന്ദം, മുക്തിപ്രദാതാവായ മുകുന്ദൻ. വാട്ട് യു മീൻ ബൈ മുക്തി? എന്താണ് മുക്തി അഥവാ മോക്ഷം എന്ന് പറഞ്ഞാൽ അർത്ഥം? സർവതന്ത്ര സ്വാതന്ത്ര്യം, നിർഭയത്വം, നിരതിശയ ആനന്ദം, സർവജ്ഞത്വം. ഇത്രയൊക്കെ ആലോചിച്ചോളണം. ഈ പ്രയോഗങ്ങളുടെയൊക്കെ പിറകിലെ യുക്തി എന്താണ്? ഇതാണ് നമ്മൾ തേടുന്നത് എന്നുള്ളതാണ് യുക്തി. കേട്ടില്ലേ? ഒരു തടസ്സവുമില്ലാത്ത ദേശകാല വസ്തു അതീതമായ സ്വാതന്ത്ര്യം നാം കാമിക്കുന്നുണ്ട്. എല്ലാം അറിയണമെന്ന് നമ്മൾ അടിസ്ഥാനപരമായി കൊതിക്കുന്നുണ്ട്. ഒന്നിനെയും ഭയക്കാതിരിക്കാനുള്ള നിർഭയത്വം ലക്ഷ്യമാക്കുന്നുണ്ട്. പിന്നെയോ ചോദ്യം ചെയ്യപ്പെടാത്ത ശാന്തിയും ആനന്ദവും, ചോദ്യം ചെയ്യപ്പെടാത്ത ശാന്തിയും ആനന്ദവും നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട്. അതൊക്കെ കൂടി ചേർത്ത് വെക്കുന്നതാണ് മുക്തി. ആ മുക്തി പ്രദാനം ചെയ്യാൻ ഭഗവാന് കഴിവുണ്ട്. എങ്ങനെയാണ് ഭഗവാൻ മുക്തി പ്രദാനം ചെയ്യുക? ഭഗവാൻ മുക്തി പ്രദാനം ചെയ്യുക തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വതാ. ഭക്തശിരോമണികളിൽ അനുകമ്പയോടെ ഭഗവാൻ, അന്തര്യാമിയായ പ്രഭു, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കി ജ്ഞാനപ്രകാശം നൽകിക്കൊണ്ടാണ് രക്ഷിക്കുക. ജ്ഞാനാദേവത്തോ കൈവല്യം, മുക്തി അറിവുകൊണ്ട് മാത്രമേ ലഭിക്കുള്ളൂ. ആ ജ്ഞാനത്തെ അന്തഃകരണത്തിൽ, ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തരും. ഇതാണ് മുകുന്ദന്റെ വാഗ്ദാനം. അങ്ങനെ മുക്തിയെ സംബന്ധിക്കുന്ന വിചാരം. പിന്നെയോ ശിശുഗോപവേഷം വൃന്ദാവനാലയം വസുദേവസൂനും. ആലോചിക്കാൻ നിശ്ചയുണ്ട്. എവിടെയാ പിറന്നത്? മധുരയിൽ ദേവകിക്ക് ആണ് ഭഗവാൻ പുത്രനായി ജനിച്ചത്. വസുദേവരുടെ അംശമായിട്ടാണ് ജനിച്ചത്. ഇപ്പൊ കംസനും കാരാഗ്രഹവും എല്ലാം ചേർത്ത് വെച്ച് ആലോചിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇതിൻ്റെ ഒരു വിചിന്തന സാധ്യതയാണ്. എന്താ ഗുണം? മനസ്സ് അതും ഇതും ആലോചിച്ച് അലയില്ലേ. കേട്ടല്ലേ? ഭഗവാനിൽ തന്നെ കേന്ദ്രീകൃതം അതിനുവേണ്ടി. ഇപ്പൊ ഗോക്കളെ മേച്ചു നടന്നതും. ഇനി ഇന്ദ്രാദിദേവഗണം എന്ന് പറയുമ്പോഴേക്കോ മുഖ്യമായിട്ട് ഇന്ദ്രനും ബ്രഹ്മാവും. ഇന്ദ്രനാണെങ്കിലോ ആ കേവലം മനുഷ്യനായ മർത്യനായ കൃഷ്ണനെ ആശ്രയിച്ചിട്ടാണ് ഗോപന്മാർക്ക് ഇത്രയും വലിയൊരു ധിക്കാരം വന്നത്. കാണിച്ചു കൊടുക്കാം ഞാൻ എന്ന് പ്രളയമേഘങ്ങളെ വിളിച്ചു വരുത്തി പെയ്ത്താരംഭിച്ച ഇന്ദ്രന്റെ ഗർവത്തെ ഭഗവാൻ ശമിപ്പിച്ചു.
സ്വകാര്യത്തിൽ വന്ന് ആരാധിച്ചു പോയി. ബ്രഹ്മാവിന്റെ കാര്യത്തിൽ പക്ഷെ അങ്ങനെ പറഞ്ഞുകൂടാന്ന് ചില ആചാര്യന്മാർ വിലക്കും. കേട്ടില്ലേ? ബ്രഹ്മാവ് പരീക്ഷിച്ചു എന്നൊന്നും പറയരുത് എന്നാണ്. അതിന് ന്യായമായിട്ട് ശുകബ്രഹ്മർഷി ഉപദേശം ബ്രഹ്മമോഹന ലീല അവതരിപ്പിക്കുന്നിടത്ത് പറഞ്ഞു വെച്ച കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ശൃണുഷ്വ, കേട്ടാലും. വളരെ പ്രിയങ്കരായ ശിഷ്യന്മാർക്ക് അതീവ ഗുഹ്യമായ കാര്യങ്ങൾ ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ആമുഖമുണ്ട്. ശൃണുഷ്വാവിഹിതോ ബ്രഹ്മൻ, കേട്ടില്ലേ? എന്നിങ്ങനെയാണ് ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ പരമരഹസ്യം പറഞ്ഞു കൊടുത്തിരിക്കണു. അതുകൊണ്ട് ഈ ലീലയിൽ രഹസ്യം മനസ്സിലായിക്കൊള്ളണം. എന്താ രഹസ്യം? ഉപാദാന കാരണത്തോടെ സൃഷ്ടി നിർവഹിക്കാൻ, ഉപാദാന കാരണം ലഭ്യമാണെങ്കിൽ അതുകൊണ്ട് സൃഷ്ടി ചെയ്യാൻ ബ്രഹ്മാവിനറിയാം. പക്ഷെ ചതുശ്ലോകി ഭാഗവതത്തിൽ ഭഗവാൻ നിരുപാധികനാണ് സൃഷ്ടി നിർവഹിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ആ ക്ലാസ്സിന്റെ ഒരു പ്രാക്ടിക്കൽ വേണം. തിയറി പഠിച്ചു, പക്ഷെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽസ് കേട്ടില്ലേ? അത് അറിയാൻ വേണ്ടിയാണ് മറച്ചു വെച്ച് നോക്കിയത്. ബോധ്യായി താൻ തന്നെയാണ് എല്ലാം ആയിത്തീർന്നത്. കേട്ടില്ലേ? ബ്രഹ്മാവിന് മനസ്സിലായി. നിർലജ്ജമാണ് ബ്രഹ്മാവ് വന്ന് ഭഗവാനെ നമസ്കരിക്കുന്നത്, ആനന്ദാശ്രു പൊഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്ത് തീരുമാനിക്കണം? ബ്രഹ്മമോഹന ലീല ഉപാദാന കാരണമില്ലാതെ സൃഷ്ടി നിർവഹിക്കുന്നതിൻ്റെ രഹസ്യത്തെ പങ്കുവയ്ക്കുന്നതാണ്. ബ്രഹ്മാവ് പറയണത്, എത്ര പുണ്യം ചെയ്തവരാ ഈ ഗോപവൃന്ദം. കാരണം സാക്ഷാൽ അവതാര പുരുഷൻ അവർക്ക് കളിക്കൂട്ടുകാരനായിട്ട് കിട്ടിയിരിക്കും. ഇങ്ങനെ ഇന്ദ്രാദിദേവഗണവന്ദിതം പാദപീഠം. അപ്പൊ അപ്രാപ്യനെങ്കിലും പ്രാപ്യമാണ് ആ കാരുണ്യം എന്ന് ഓർമ്മിക്കാം. കഥകൾ അനവധി ആലോചിക്കാനും സൗകര്യം. ഒന്നാമത്തെ ശ്ലോകം ഉപകാരമായോ? ഇപ്പൊ ഗംഭീര ക്യാപ്സ്യൂളാണ്. മുക്തിക്ക് കഴിക്കാവുന്ന ക്യാപ്സ്യൂളുകളുടെ കാലല്ലേ ഇത്. നല്ല ക്യാപ്സ്യൂളാണ്. വന്ദേ മുകുന്ദമരവിന്ദദലായതാക്ഷം കുന്ദേന്ദുശംഖദശനം ശിശുഗോപവേഷം ഇന്ദ്രാദിദേവഗണവന്ദിതപാദപീഠം വൃന്ദാവനാലയമഹം വസുദേവസൂനം. അടുത്ത ശ്ലോകം. ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി ഭവലുണ്ഠനകോ വിഹേതി നാഥേതി നാഗശയനേതി ജഗന്നിവാസേതി ആലാപനം പ്രതിപദം കുരു മേ മുകുന്ദ. നമ്മുടെ വ്യവഹാരങ്ങളിൽ ഭൂരിപക്ഷവും ആലാപനമാണ്. ആലാപനം എന്ന് പറഞ്ഞാൽ ഗാനാലാപനം പോലെ മനോഹരമല്ല. പിന്നെയോ തവള പാട്ട് പാടുന്നു എന്നല്ല പൊതുവെ പറയുക. സ്വാമി ഇങ്ങനെ അത്ഭുതത്തോടെ ആലോചിക്കുക. ഈ കഴിഞ്ഞ ദിവസം സംബോധാരണത്തിൽ രാത്രി തവളകൾ ഇങ്ങനെ, അപ്പൊ തവള കരയുന്നു,
പക്ഷെ കുയില് കരയുന്നു എന്നല്ല പറയാ. എന്തൊരു പക്ഷപാതം എന്ന് ആലോചിച്ചു പോയി. ഇവിടെ ആലാപനം എന്ന് പറഞ്ഞാൽ വിലാപം. അതൊന്ന് മാറ്റിപ്പിടിക്കാൻ എന്നെ സഹായിക്കണം എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇല്ലാ പാട്ട് പാടുക എന്നൊക്കെ പറയുമല്ലോ. ഒരു സ്വൈരെന്ന് പറഞ്ഞത് ഇവിടെ ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ സ്വാർത്ഥം. കഷ്ടമാണ്. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ഓടി നടക്കുക. അതൊന്നും കാണാൻ ആർക്കും കണ്ണില്ല. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടണമെന്ന് ചോദിക്കുക. അത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ പിന്നെ കാണുന്നില്ലെങ്കിൽ നിർത്തിക്കൂടെ? ഏതായാലും ശരി, ഒരു കൂട്ടം ആലാപനമുണ്ട്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തത്. വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അല്ല പഴയത് തുടരാൻ തന്നെ ഭാവിച്ചാലോ അത് തന്നെ തുടരും. ഇവിടെ എന്താ പ്രാർത്ഥന? ഹേ പ്രഭോ, ഞാൻ എന്ത് പറയണം? ശ്രീവല്ലഭ ശ്രീവല്ലഭേതി ശ്രീവല്ലഭ ഇതി, ശ്രീവല്ലഭ എന്ന്, വരദേതി വരദാ എന്നിങ്ങനെ ഞാൻ ആലാപനം ചെയ്യട്ടെ. വെള്ളമില്ല. ആ ടി വി എത്ര ദിവസമായി കേടായിട്ട് കിടന്നു, നന്നാക്കാൻ പറഞ്ഞിട്ട്. എന്നിങ്ങനെ ആലാപനം ചെയ്യുന്നതിന് പകരം രാവിലെ തന്നെ തുടങ്ങിക്കോളൂ എന്ന് പറയും. ശ്രീവല്ലഭ വരദാ ഇത് ഇപ്രകാരം. ശ്രീവല്ലഭേതി വരദേവി. വരദൻ എന്ന് പറഞ്ഞാൽ വരത്തെ പ്രദാനം ചെയ്യുന്നവൻ വരദൻ, വരദ ഇതി. പിന്നെയോ ദയാപരാ, പരമമായ ദയയുടെ ഇരിപ്പിടമായവൻ. ദയാപരാന്ന് എന്തിനാ വിളിക്കുന്നത്? ചൊരിയാൻ വേണ്ടിയിട്ട്. ദയ ചൊരിഞ്ഞാലും. ഭക്തപ്രിയ, ശ്രീവല്ലഭ വരദ ദയാപര. താനിതെന്തിനാ എന്നെങ്ങനെ വിളിക്കണത്? അത് നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താ കണക്ഷൻ? എനിക്ക് ഭക്തിയുണ്ട്, അങ്ങാണെങ്കിൽ ഭക്തപ്രിയനുമുണ്ട്. മനസ്സിലായില്ലേ? ഹോട്ട്ലൈനാണ്. ഭക്തപ്രിയ ഭവലുണ്ഠന കോവിത, എന്തേ നിനക്ക് വേണ്ടു? വരം വേണം, ദയ ചൊരിയണം. എന്തുട്ട് ദയ, എന്തുട്ട് വരം? അങ്ങ് ഭവലുണ്ഠന കോവിതൻ, ഭവത്തെ ഇല്ലാതാക്കുന്ന വിഷയത്തിൽ സമർത്ഥനാണ്. ലൈന് പിടിയിട്ടില്ലേന്ന് ചോദിക്കുക. ഭക്തപ്രിയൻ എന്നുള്ളതാണ് ലൈന്. എന്താണ് പ്രാർത്ഥന? അങ്ങ് ഭവത്തെ ഇല്ലാതാക്കാൻ സാമർഥ്യമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ രണ്ട് ഇല്ലാണ്ടാക്കൂ. ഭവലുണ്ഠന കോവിത നാഥ, വേറെ ആരുമില്ല. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ. നാഥ, നാഗശയന. അഡ്രസ് ഫുള്ളുണ്ട് എന്ന് പറയും. ഞാൻ ഓരോ കാര്യം കൊണ്ട് കഷ്ടപ്പെടുന്നത്, അങ്ങാണെങ്കിലോ സിംപ്ലി ലൈവ് നാഗശയൻ and does everything. നാഗശയന ജഗന്നിവാസ, ഈ മുഴുവൻ ജഗത്തും അങ്ങയിൽ വസിക്കും. ഇതി ആലാപനം പ്രതിപദം. ഇപ്രകാരം എല്ലായ്പ്പോഴും ആലാപനം ചെയ്യും വിധം എന്നെ മാറ്റിയെടുക്കണമേ. കുരുമേ മുകുന്ദ, ഹേ മുകുന്ദ, അതുപോലെ കുരു, എന്നെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേലിൽ ഞാൻ ഈ വിധം അങ്ങയെ വിളിച്ച് വിലപിക്കുന്നവനാവട്ടെ. കേട്ടല്ലേ? അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? തീർച്ചയായിട്ടും.
ആ ഗുണത്തെക്കുറിച്ച് നമുക്ക് നാളെ ആലോചിക്കാം. രണ്ടാമത്തെ ശ്ലോകം പരിചയപ്പെടും. നമ്മുടെ സ്വാഭാവിക വിലാപങ്ങളെ പ്രകോപനം സൃഷ്ടിക്കുന്ന കോലാഹലങ്ങളെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ്. ഇത് ശീലിക്കുന്നവരൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും കേട്ടോ. ശീലിക്കുന്നവർ നമ്മളെ അത്ഭുതപ്പെടുത്തും. സ്വാമി ഒരു ക്ലാസ്സിൽ പറഞ്ഞു, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, നാമജപം ശീലമാക്കിയാൽ പിന്നീട് നമ്മുടെ സിരകളൊക്കെ ആ നാമം ഇങ്ങനെ ജപിച്ചു തുടങ്ങും അത്രേ. ഇപ്പം രാത്രി ചിലർ കിടക്കുമ്പോൾ നാമം ജപിച്ച് കിടക്കും, പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോൾ അവരറിയാതെ ഇത് മന്ത്രിക്കുന്നത് പോലെ അനുഭവം ഉണ്ടാവും. അപ്പോൾ സ്വാമി ഒരു ക്ലാസ്സിൽ ഇതിങ്ങനെ വിശദീകരിച്ച സമയത്ത് അവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു അമ്മ ഏത് നേരവും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഇത് ജപിക്കുന്നവർ. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആള് ഈ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയായിരിക്കും എന്ന് പറയുകയായിരുന്നു. വാസ്തവമാണ്. കാരണം അവർ ഏത് സമയത്ത് ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും അവർ ഹരേ കൃഷ്ണ, അതിനുള്ള പ്രതികരണം അത് തന്നെയാണ്. അപ്പോൾ സ്വാമി അവരുടെ മുഖം ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. അത്രയും നാമജപത്തിൽ അവർ പ്രതിഷ്ഠിതയാണ്. ശ്രീവല്ലഭേരി വരദേരി ദയാപരേതി ഭക്തപ്രിയേരി ഭവലുണ്ഠനകോവിദേരി നാഥേരി നാഗശയനേരി ജഗന്നിവാസേതി ആലാപനം പ്രതിപദം കുരു മേ മുകുന്ദ. ഇഷ്ടായോ? ബാക്കി നാളെ. പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി. ഹരി ഓം. കുലശേഖര ആൾവാരെ കുറിച്ചൊക്കെ കൂടുതൽ സംഭവിച്ച ഹരിഹരാൻ സ്വാമിക്ക് പറഞ്ഞുതരാൻ പറ്റും. നേരുള്ള ഒരു ചോദിച്ചോളാം.